മിഥുനെ ഇങ്ങനെ ഞങ്ങൾ കാണുന്നു. ഏകദേശം ഇത്രയും ക്ലോസപ്പിലാണ് അടുത്തിടെ ഞങ്ങൾ കാണുന്നത്. അതിന് മുന്നേ ഞാൻ കാണുന്നത് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു പാവാടയൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. അതായത് ഭയങ്കര രസമാണ്. അതായത് അന്യായ ബോഡി ഷേപ്പ്, അന്യായ ഫ്ലെക്സിബിലിറ്റി, ഷേപ്പിനേക്കാൾ ഉപരി ഫ്ലെക്സിബിലിറ്റി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വൈറലായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വേറൊരു സത്യം. ഞാൻ പ്രൊഫൈൽ ഫുള്ള് നോക്കിയിട്ടില്ല, ശ്രദ്ധിക്കുന്നത് ഒരു നേഴ്സാണെന്ന്. അതെന്നെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ നേഴ്സിങ്ങിൻ്റെ ഇടയ്ക്കും ഈ പറയുന്ന ആദ്യകാലങ്ങളിൽ ടിക്ടോക്ക് പോലെ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ട് ഈ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നമുക്ക് അങ്ങനെ തന്നെ ആദ്യം ചോദിക്കാം, സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആദ്യമൊക്കെ സമയത്ത് എനിക്ക് മ്യൂസിക്കിലായിരുന്നു. നമ്മൾ ഈ എന്താ പറയുക 2019 ഒക്കെ കാലഘട്ടത്തിൽ മ്യൂസിക്കിലായിരുന്നു. അപ്പം ഞാൻ ബീങ് എ നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രഷറും നമുക്ക് എന്താ പറയുക ആ ജോലി സ്ഥലത്ത് ഒരുപാട് ടെൻഷൻസും പിന്നെ മാത്രമല്ല വീട്ടിലത്തെ കുറേ ടെൻഷൻസ് അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് എന്താ പറയുക ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു യൂട്യൂബ് എന്തെങ്കിലും എന്താ പറയുക മൊബൈൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മ്യൂസിക്കിൽ ഓരോ ഡബ് സ്മാഷ് ചെയ്യുന്ന പോലെ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം മ്യൂസിക്കിലായിരുന്നു, പിന്നെ അത് ടിക്ടോക്കിലോട്ട് മാറി. പിന്നെ ടിക്ടോക്ക് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ അങ്ങ് ഇട്ട് നോക്കിയപ്പം അതിൽ കയറി ക്ലിക്കായി പിന്നെ അങ്ങ് ആയി വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം എന്നല്ലാണ്ട് നമുക്ക് അതിൻ്റെ അകത്തൊന്നും തന്നെ ഒരു റോളില്ല. പിന്നെ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും എന്താ പറയുക നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരും നല്ലതാണ്, ഞാൻ ഒരിക്കലും ഒരാളെ ചീത്ത എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ്. പക്ഷേ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവർ എന്താ പറയുക അവർ കണ്ടതും കേട്ടതും അല്ലാത്ത ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് എന്താ പറയുക അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവരുടെ രോഷങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചിലപ്പോൾ എഴുതിയിടാം. അല്ലാതെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. ഒരു 10-100 കമൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 80 കമൻറ്റെങ്കിലും നല്ല കമൻ്റ് ആയിരിക്കും, ഒരു 20 കമൻറ്റ്സെങ്കിലും ഒരു ബാഡ് കമൻറ്റ്സ് ആയിരിക്കും. പക്ഷേ ഞാനത് ഒരിക്കലും മൈൻഡേ ചെയ്യാറില്ല. അപ്പം 20 കമൻറ്റ്സ് ബാഡ് കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഞാൻ ചേച്ചി എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും മതി, ഞാൻ ആർക്കും അങ്ങനെ അതായത് ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർക്ക് ഞാൻ ഒരിക്കലും കമൻറ്റേ കൊടുത്തിട്ടില്ല. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് തോന്നുന്ന കാര്യം അവരെ എഴുതിയിട്ട് നമുക്ക് അവരെ നന്നാക്കാൻ പോയിട്ടൊരു കാര്യമില്ല. അവർക്ക് അവരുടെ മനസ്സിൽ എന്ത് തോന്നും. ഇപ്പം ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ചേച്ചി ഡിഫറെൻ്റ് ആണ്, ഞാൻ ചിന്തിക്കുന്ന ഡിഫറെൻ്റ് ആണ്. ഈ ലോകത്തുള്ള ആളുകൾ ചിന്തിക്കുന്ന പലരും ഡിഫറെൻ്റ് രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരാളെ പോലെ ആവാൻ പറ്റില്ല. ഇവൻ നമ്മുടെ ഫിംഗർ പ്രിന്റ് വരും, എല്ലാം ഡിഫറെൻ്റ് ആണ് എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ പോലെ ആവണുള്ളൂ അല്ലെങ്കിൽ നീ എന്നെ പോലെ ആയി നടക്കണം എന്ന് പറയുന്നതിൽ ഒരു കാര്യം എന്ന് പറയില്ല. ഇല്ല, ഞാനേ ഈ അടുത്തിടെ കണ്ട ഞാൻ ഇത്രയും ക്ലോസപ്പിന്റെ കാര്യം പറയാൻ കാരണം അടുത്തിടെ കണ്ട ക്ലോസപ്പിലെല്ലാം എല്ലാത്തിലും ഉണ്ട്. ആദ്യം മുതലേ ഉണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, ഇപ്പോഴും കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളതാണോ അതോ ഫിൽറ്റർ ആണോ? ഇല്ല, ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചില വീഡിയോസ് ഞാൻ ലിപ്സ്റ്റിക് ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഇടാറുണ്ട്. കണ്ണ് ഞാൻ എഴുതാറുണ്ട്, പണ്ട് നമുക്ക് കണ്ണ് എഴുതാറുണ്ട്. കണ്ണ് എഴുതുമ്പോൾ ഒന്നാമത്തെ രീതിയിൽ ഞാൻ എഴുതി തുടങ്ങി എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ചെറിയ ഇൻഫെക്ഷൻ വന്നിരുന്നു. അപ്പം ഞാനൊരു ആയുർവേദ സ്ഥലത്ത് ചെന്നപ്പോൾ അവരെനിക്ക് എഴുതാനായിട്ട് ജസ്റ്റ് ഒരു സാധനം തന്നായിരുന്നു, അങ്ങനത്തെ സാധനം. അപ്പം അത് എഴുതിയപ്പം കുറച്ചൊരു എനിക്ക് തന്നെ ഒരു നല്ല പോലെ തോന്നി. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ചില സമയത്ത് ഞാൻ ഇടാറില്ല, ചില സമയത്ത് ഇടും. ചിലപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കണ്ണിനൊരു എക്സ്പ്രഷൻ മീൻസ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഡാൻസ് ആയാലും എന്തായാലും ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യാറ്. അതെ, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം കൂടെയുള്ള പാർട്ട്ണർ പലപ്പോഴും ഇയാളുടെ മുഖമാണ് കാണുന്നത്. അപ്പൊ കൂടെയുള്ള ആൾ എങ്ങനെയാണ് അഭിനയിക്കുന്നത്, കൂടെയുള്ള ആൾ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ടും ചോദിക്കാറുണ്ട്. അതിനെന്താ മറുപടി? കൂടെയുള്ള ആൾ എവിടെയാണ് ഉള്ള ആളാണ്, എന്ത് ചെയ്യുന്നു? കൂടെയുള്ള ആളെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയ നമ്മുടെ കമന്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് എന്താ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ തമ്മിൽ ലവ് ആണോ, നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്? നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരാണും തമ്മിൽ വീഡിയോ ചെയ്താലോ ഒരു പെണ്ണും തമ്മിൽ വീഡിയോ ചെയ്താലോ അത് എന്തോ അവർ തമ്മിൽ വേറെന്തോ റിലേഷൻ ആണ് എന്ന രീതിയിൽ വരുത്തിത്തേക്കുന്ന ആൾക്കാരാണ്. ചിലപ്പം ആയിരിക്കാം, അല്ലായിരിക്കാം. അത് നമ്മൾക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ വീട് പറവൂരാണ്. പുള്ളി ഒരു ഏഷ്യാനെറ്റ് ചാനൽ ഹെഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ അഭിനയം പുള്ളി ഭയങ്കര സപ്പോർട്ടീവാണ് എനിക്ക്. ആക്ച്വലി പുള്ളി ഇപ്പൊ ഒരു ഡയലോഗ് ഒരു റീൽസ് ചെയ്യുമ്പോൾ നമ്മൾ ഡയലോഗ് പഠിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. പുള്ളിക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പുള്ളി അത് നമ്മളിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴത്തേക്കും പുള്ളി ചിലപ്പോൾ താടിയിട്ട് അനക്കുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയലോഗ് പറയത്തില്ല. ഡയലോഗ് പറയുന്ന മൊത്തം ഞാനായിരിക്കും.
പിന്നെ മാത്രമല്ല പുള്ളി ഭയങ്കര ക്യാമറ ഷൈ ആണ്, ആ ഫ്രണ്ടിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഉം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ഇതും കൊണ്ടൊന്നും അല്ല. അല്ല നമ്മളെ ആ സോഷ്യൽ ലോകം അറിയാൻ കാത്തിരുന്ന ഇതിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ ഇത്? അതെ, എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചില്ല, എന്നെ അവർ പിടിച്ചിട്ട് താഴെ വന്ന് ചോദിക്കും ഇതൊക്കെയാണ് ചേച്ചി ഞങ്ങൾക്കുള്ള സംശയങ്ങൾ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? സത്യം. നമുക്ക് എപ്പോഴും എങ്ങനെയാ മറിഞ്ഞിരിക്കുന്ന എല്ലാം കാണാൻ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി, Curiosity. അതെന്തോ ഉണ്ട് എന്നുള്ള ഒരു സത്യം. ഇതുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളുടേതായ മൈൻഡ് ചിന്തിക്കും ഇങ്ങനെ ആയിരിക്കോ അങ്ങനെ ആയിരിക്കോ. അങ്ങനെയായിരിക്കും. നമുക്കെല്ലാ സൗഹൃദങ്ങളുണ്ട്, Yes. ഇഷ്ടം പോലെ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. ഇതെങ്ങാനും ക്ലിക്കായോ വൈറലായോലോ പിന്നെ നമ്മളത് ആരാന്ന് മറുപടി കൊടുക്കും. മറുപടി പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ പോലെ Okay. വൈറലായിട്ട് നിൽക്കുന്ന ആൾക്കാർ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. Okay. ഓക്കെ, പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കും കൺമഷിയെ കുറിച്ച് ഫിൽറ്റർ ഇടാറുണ്ടല്ലേ ചില ഫിൽറ്റർ ഇടാറുണ്ട്. ഞാൻ ഇടില്ലാന്ന് ഒരിക്കലും പറഞ്ഞു, നല്ലപോലെ ഫിൽറ്റർ ഇടുന്ന ഒരാളാണ്. ഫിൽറ്റർ ഇടാം. അതെന്താണ് ഫിൽറ്റർ ഇടുന്നത്? എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്ക് വേറെ okay, കാര്യം മനസ്സിലായി. ചോദിക്കാനാ. നമ്മുടെ ഈ ലോകത്തെ എല്ലാവരും സൗന്ദര്യം കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആരും അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഉം. നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കുന്ന ആയാലും തന്നെ, ഒരു വീഡിയോ ആണ് തന്നെ, നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ അവര് ടച്ചപ്പും മേക്കപ്പും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മളത് പോയിട്ട് അത് ട്രൈ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ചെന്നിരുന്നിരുന്നാൽ പോരെ. നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുമ്പം കുറച്ച് നല്ല രീതിയിൽ കാണിക്കുക എന്നൊരു ഒരു 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 ഉള്ളിൽ എനിക്കൊരു ഇതുള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഫിൽറ്റർ ഇടുന്നത്. അയ്യോ അങ്ങനെ പറയരുത്, ഞാനിന്ന് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ മേക്കപ്പ് ഇടാറില്ല. അപ്പൊ വെച്ചാൽ ഇങ്ങനെ സ്റ്റുഡിയോയിലെ സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ ഈ ലൈറ്റ് എല്ലാം അടിക്കുമ്പോൾ റിഫ്ലക്ഷൻ വന്നിട്ട് എൻ്റെ ഓയിലി സ്കിന്ന്, അപ്പൊ ഈ ക്യാമറയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല. അതായത് Okay. എന്തുകൊണ്ട് ഫോക്കസ് എന്തോ കിട്ടത്തില്ല. അപ്പൊ അവര് പറയും ഇച്ചിരി പൗഡറൊക്കെ ഇടാൻ പറയും. അപ്പൊ പൗഡർ അലർജിയാണ് എനിക്ക്. അലർജി വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ അടിച്ചു തേച്ച് അപ്പൊ ഏതായാലും വന്നല്ലേ ഇട്ടതല്ലേ, അതുകൊണ്ട് പെരുന്നാളിലൊക്കെ പോകാനൊക്കെ ഇട്ടതാണ്. Okay, okay. അല്ലാണ്ട് ഈ പറഞ്ഞ കോൺഷ്യസിന്റെ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. നമ്മളെല്ലാരും കോൺഷ്യസ് ആണ്, ഞാനടക്കം കോൺഷ്യസ് ആണ്. ഇല്ല ഈ ഇരിക്കുന്ന ആംഗിളിൽ എനിക്ക് ഇവിടെയാണ് എന്നെ കാണാൻ സുന്ദരി എന്ന് എന്റെ ഒരു തോന്നലോടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നതാണെങ്കിലും എനിക്ക് ഈ വശം കുറച്ച് ഗ്ലാമർ ആയിട്ട് തോന്നുന്നുണ്ട്, അപ്പൊ ഞാൻ ഇങ്ങനെയല്ല ചെയ്യാം. അല്ലെങ്കിൽ അതിപ്പോ എന്റെ വീഡിയോസിന് പറയും നിങ്ങൾ എന്താ ഒരു വശത്തിരുന്ന് മാത്രം ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ശരിയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിന്റെ സൗകര്യം, നമ്മൾ സിറ്റ് ഔട്ടിൽ ഒരു തൂണുമേൽ ഒരു ഫോൺ ചാരി വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ അവിടെ ഇരുന്ന്. നമുക്ക് വേറെ സ്ഥലത്തോട്ട് ചെയ്യുമ്പോഴത്തേനും ലൈറ്റ് ശരിയാവില്ല, വേറെ പലതും ശരിയാവില്ല. പിന്നെ ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരിക്കും. നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ 10 മിനിറ്റ് ഒരു 5-6 വീഡിയോ അങ്ങ് ചെയ്തിടും. ഒന്നിച്ച് കാണുമ്പോ ഫ്രണ്ടായിട്ട് ഒന്നിച്ച് കാണുമ്പോ 5-6 വീഡിയോ അങ്ങ് ചെയ്തിടും. അപ്പൊ നമ്മള് ആ ഓരോ ദിവസങ്ങൾ ചിലപ്പോ 1 അല്ലെങ്കിൽ 2 പോസ്റ്റ് ചെയ്ത്. ശരിക്കും ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ ഇപ്പൊ? എനിക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും ഉണ്ട്. യൂട്യൂബ് ഇല്ല. ഇതൊരു സന്തോഷത്തിന് ചെയ്യുന്നതാണ്, അല്ലാണ്ട് വരുമാനമല്ല. വരുമാനമല്ല. എനിക്ക് എന്താ പറയാ, നമ്മള് എല്ലാ മനുഷ്യരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എന്താ പറയാ പ്രതിസന്ധികളൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. നമുക്ക് ഇമോഷണൽ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഹെക്റ്റിക് ആയാലും, നമ്മുടെ ഈ ജോബിന്റെ ഒരു എന്താ പറയാ ആ ഒരു ഹെക്റ്റിക് ആയാലും നമുക്ക് ഭയങ്കര ഇംബാലൻസ് ആണ് എപ്പോഴും, നമുക്ക് ഭയങ്കര പ്രഷർ വരുമ്പോ. അപ്പം എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് എനിക്കത് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യം ഇപ്പൊ എന്ത് കാര്യം ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല, എന്ത് കാര്യം നമുക്കിപ്പം പാടണം തോന്നിയാൽ പാടുക, ഡാൻസ് ചെയ്യണമെന്ന് ഡാൻസ് ചെയ്യുക, അപ്പൊ നമുക്ക് പടം വരയ്ക്കണം എന്ന് പടം വരയ്ക്കുക, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ വേറെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്ററാക്ട് ചെയ്യാം. നമുക്ക് എന്ത് തോന്നുന്നു നമ്മൾ ചെയ്യാം. പക്ഷേ സൊസൈറ്റിയിൽ ചില ഒബ്ലിഗേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് മറികടക്കാതെ നമ്മൾ ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പോഴും പോകുന്നത്.